ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. റിയൽമിയുടെ GT7 ഒരു 40,000 രൂപയുടെ ഫോൺ. 40,000 രൂപയ്ക്ക് ആ ഒരു ഫോൺ ഉണ്ടോ? അത്രക്കും വേർത്താണോ? ഞാൻ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. 3 വേരിയൻ്റിലായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ബേസ് മോഡൽ 8GB 256GB ആയിട്ടാണ് വരുന്നത്. 128GB ഒഴിവാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. ഇതിൻ്റെ പ്രൈസാണ് 40,000 രൂപയാണ് ആക്ച്വലായിട്ട് പ്രൈസ് വരുന്നത്. പക്ഷേ 3,000 രൂപയുടെ ഒരു ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 37,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. ഇനി മിഡിൽ വേരിയൻ്റ് എന്ന് പറഞ്ഞ് 12GB 256GB ആണ്. അതിൻ്റെ പ്രൈസ് 42,999 രൂപയാണ്. 43,000 രൂപയായിട്ടാണ് വരുന്നത്. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 512GB വേരിയൻ്റെ പ്രൈസ് 46,999 ആയിട്ടാണ് വരുന്നത്. 47,000 രൂപ ഹയർ വേരിയൻറ്റിനും വരുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് മോഡൽ 40,000 രൂപയായിട്ടാണ് വരുന്നത്. 40,000 രൂപയുടെ സ്റ്റാർട്ടിംഗ് മോഡൽ എടുത്താലും മതി കിട്ടും. ഇതിൻ്റെ ഡിസൈൻ കാണാൻ രസമുണ്ട്. നമ്മൾ ഇതിന് മുമ്പേ പണ്ടൊക്കെ കണ്ട ഒരു ഡിസൈൻ പോലെയൊക്കെയാണ് റിയൽമി ഫോണിലൊക്കെ വന്ന ആ ഒരു എക്സാക്റ്റ് ക്യാമറ മൊഡ്യൂളും. എക്സാക്റ്റ് നല്ല ഏകദേശം ആ ഒരു പഴയ ഒരു പുതുമയൊന്നും ഡിസൈനിലൊക്കെ തോന്നിയിട്ടില്ല കേട്ടോ. 2 കളേഴ്സാണ് വരുന്നത്. ഒരു ബ്ലാക്കും ഒരു ബ്ലൂവും കൂടെ വരുന്നുണ്ട്. കാണാൻ രസമൊക്കെ ഉണ്ട്. ബാക്ക് ഒരു ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്. പിന്നെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ മെറ്റലാണ്. ക്യാമറ ഗ്ലാസ് ഉണ്ടല്ലോ, അത്യാവശ്യം വലിയ ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്. ആ ഒരു ക്യാമറ ഗ്ലാസും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് ഗ്ലാസ് ഏത് പ്രൊട്ടക്ഷനാണെന്ന് അവരെടുത്ത് പറയുന്നുമില്ല. വലിയ പ്രൊട്ടക്ഷൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസും ഇല്ല. വെയിറ്റ് ആണെങ്കിൽ 206 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. 8.3 mm തിക്നെസ്സും വരുന്നുണ്ട്. IP69 റേറ്റിങ്ങും കൊടുത്തിട്ടുമുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വേറെ ലെവൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലൊരു ഇഷ്യൂസും പറയാനില്ല. എല്ലാം നല്ല ലെവലിൽ. മെറ്റൽ ഫ്രെയിം ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു കുഴപ്പമായിട്ട് പറയാനില്ല. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഏതെങ്കിലും ഒരു കാര്യം കുറവുണ്ടാവും, അതുകൊണ്ട് അതൊരു കുറവാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നല്ലൊരു ഡിസൈൻ ആൻഡ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ളൊരു 120 ഹെർട്സിൻ്റെ അമോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. 1600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 6000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട് ഡിസ്പ്ലേക്ക് വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് അല്ല കേട്ടോ. ഡിസ്പ്ലേ വൈസും ദി ബെസ്റ്റ് നല്ല പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഒരു കുഴപ്പവും ഡിസ്പ്ലേയുടെ പറ്റിയും പറയാനില്ല. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 50 MBയുടെ പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതും സോണിയുടെ IMX906 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡറി ആയിട്ട് 50 MBയുടെ ഒരു 2x ടെലിഫോട്ടോവും വരുന്നുണ്ട്. അതും സാംസങ്ങിൻ്റെ JN5 എന്ന സെൻസറാണ് വരുന്നത്. 8 MBയുടെ അൾട്രാ വൈഡും റിയറിൽ വരുന്നുണ്ട്. ഇനി സെൽഫി ക്യാമറ ആണെങ്കിൽ 32 MBയുടെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ 8K 13 FPS ഉള്ള വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 4K 120 FPS സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെൽഫി ക്യാമറ ആണെങ്കിലും അവിടെയും 4K 16 FPS സെൽഫിയിലും വരുന്നുണ്ട്. ക്യാമറ സ്പെസിഫിക്കേഷൻ വൈസ് ക്യാമറ വേറെ ലെവലാണ്. ക്യാമറയുടെ ബാക്കി ഞാൻ ഇപ്പോൾ ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയ സമയത്ത് നല്ല ഫോട്ടോസും നല്ല വീഡിയോസും ഒക്കെ തന്നെ ഇതിന് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ ഈ പ്രൈസിലെ ബാക്കിയുള്ള ഫോണൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ വീഡിയോസൊക്കെ നോക്കാം. ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്താം നല്ലതാണോ മോശമാണോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് ഗുഡ്. നല്ലൊരു ക്യാമറ തന്നെ എന്തായാലും റിയൽമി ഇതിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് റിയൽമിയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനും റിയൽമി ഫോൺ ഇതിന് മുമ്പ് യൂസ് ചെയ്തതാണ്. അപ്പം അതിലെടുക്കുന്ന ഫോട്ടോസും നല്ല രസമാണ്. അവരുടെ ടോണൊക്കെ തന്നെ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ക്യാമറ സാമ്പിൾസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്താം കേട്ടോ. അപ്പോൾ അതാണ് ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ ഇതിൽ വരുന്നത് മീഡിയാടെക്കിൻ്റെ Dimensity 9400E എന്ന പ്രോസറാണ് വരുന്നത്. അറൗണ്ട് ഒരു 2.4 മില്യൺ ആ റേഞ്ച് ആൻഡ് സ്കോറൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നുമുണ്ട്. പിന്നെ LPDDR5Xൻ്റെ റാം ടൈപ്പ് വരുന്നുണ്ട്. UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. റിയൽമി US 0.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. പിന്നീട് BGMI പോലുള്ള എല്ലാ ഗെയിംസും 120 FPS, എല്ലാ ഗെയിംസും അല്ല, അങ്ങനെയുള്ള ഗെയിംസൊക്കെ തന്നെ 120 FPS സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സോ പെർഫോമൻസ് വൈസും ഒരു ഇഷ്യൂസും ഇല്ല കേട്ടോ. എന്ന് വെച്ച് ദി ബെസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു നല്ലൊരു പെർഫോമൻസ് എന്തായാലും എന്നാലും നല്ല പെർഫോമൻസ് അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും മോശമല്ല, ഏറ്റവും നല്ലതുമല്ല, എന്നല്ല ഡീസൻറ്റും അല്ല. അതിൻ്റെ ഇടയിൽ വരുന്ന നല്ലൊരു പെർഫോമൻസ് വരുന്നുണ്ട്. ഇനി ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. NFC സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 7000 mAh ഒരു ഹെവി വലിയൊരു ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് മതി ഫുൾ ചാർജ് ആവാൻ വേണ്ടി. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40,000 രൂപക്ക് വേർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേർത്താണ്.
അന്നേ പറയാനുള്ളൂ, അങ്ങനെ മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇതാണ് 40,000 രൂപക്ക് ബെസ്റ്റ്, വേറെ ഒന്നുമില്ല, അങ്ങനെ ഇല്ല കേട്ടോ. നല്ലൊരു ഫോണാണ്, അത്രയേ ഉള്ളൂ. വേറെ ഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫോൺ ഗംഭീരമാണ്, പക്ഷെ പ്രൈസും അങ്ങനെ ഓക്കെ, നല്ലൊരു പ്രൈസിങ്ങിൽ നല്ലൊരു ഫോണാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ റിവ്യൂസ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം വാങ്ങാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ടമെന്റൽ സൈനിങ് ഓഫ്. ബൈ.